നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ കുറുക്കനും മുന്തിരിയും. പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. ദിവസവും രാവിലെ അവൻ ആഹാരം തേടി തൻ്റെ മാളത്തിൽ നിന്നും ഇറങ്ങുമായിരുന്നു. ആ കാട് മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ തിരിച്ച് മാളത്തിലേക്ക് മടങ്ങുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ കുറുക്കൻ തൻ്റെ മാളത്തിൽ നിന്നും ആഹാരവും തേടി പുറത്തിറങ്ങി. അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. കുറുക്കൻ ഒരുപാട് അലഞ്ഞിട്ടും അവന് ആഹാരമൊന്നും കിട്ടിയില്ല. അവൻ വിശപ്പും ദാഹവും കാരണം അവശനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറുക്കൻ ഒരു മരത്തിൽ നിറയെ മുന്തിരിവള്ളികൾ പടർന്നു കിടക്കുന്നത് കണ്ടത്. ആ മുന്തിരിവള്ളികൾ നിറയെ നല്ല പഴുത്ത മുന്തിരികളുണ്ടായിരുന്നു. അത് കുലകുലയായി കിടക്കുന്നത് കണ്ട് കുറുക്കന് കൊതി സഹിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ മുതൽ ചുറ്റിത്തിരിയുന്നു, ഇതുവരെ കഴിക്കാനൊന്നും കിട്ടിയില്ല. ഈ മുന്തിരികൾ അടർത്തിയെടുത്ത് കഴിച്ചാൽ വിശപ്പും മാറും ദാഹവും മാറും എന്ന് പറഞ്ഞ് കുറുക്കൻ മുന്തിരിവള്ളിയുടെ അരികിലേക്ക് പോയി. അവൻ മുന്തിരികൾ അടർത്തിയെടുക്കുന്നതിനായി എത്തി നോക്കി. അവനത് അടർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അത് ഉയരത്തിലായിരുന്നു. വിശപ്പും കൊതിയും കാരണം കുറുക്കൻ പിന്മാറാൻ തയ്യാറായില്ല. അവൻ അടർത്തിയെടുക്കുന്നതിനായി ഒന്ന് ചാടി നോക്കി. അപ്പോഴും അവന് ആ മുന്തിരി കൈക്കലാക്കാൻ കഴിഞ്ഞില്ല. കുറുക്കൻ പറഞ്ഞു, എങ്ങനെയും ഈ മുന്തിരികൾ അടർത്തിയെടുക്കണം. നല്ല മുന്തിരികൾ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. അവൻ ഓടിക്കൊണ്ടുവന്ന് ഒന്ന് ചാടി നോക്കി. അപ്പോഴും അവനത് കിട്ടിയില്ല. പല തവണ അവനത് ആവർത്തിച്ചു. എന്നിട്ടും ആ മുന്തിരികൾ അവന് അടർത്തിയെടുക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി. വിശപ്പും ദാഹവും കാരണം വലഞ്ഞ കുറുക്കന് തീർത്തും നിരാശ തോന്നി. അവൻ ആ മുന്തിരിവള്ളികളുടെ ചുവട്ടിൽ ഇരുന്ന് ആലോചിച്ചു. മുന്തിരികൾ അടർത്തിയെടുക്കാൻ ഒരു വഴിയുമില്ലാതായപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, മുന്തിരി പുളിപ്പാണ്. ഈ പുളിപ്പുള്ള മുന്തിരിക്ക് വേണ്ടിയാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? ഇതും പറഞ്ഞ് കുറുക്കൻ തിരിഞ്ഞ് ഒരോട്ടം കൊടുത്തു. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ നല്ലതല്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കുറുക്കനെ പോലെ ആവരുത് നമ്മൾ. കിട്ടാത്ത മുന്തിരികളെല്ലാം പുളിക്കുന്നതല്ല കേട്ടോ.